ഹീറോ സ്കൂട്ടി എടുത്ത് പോയതല്ലേ, അവനക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്നു. അവൻ തെറിച്ച് താഴെ വീഴുന്നു. അവൻ എടുത്തിട്ട് പോയ സ്കൂട്ടി ആണെങ്കിലോ പറന്നുപോയി ഓപ്പോസിറ്റ് വരുന്ന കാറിന്റെ മേലെ വീഴുന്നു. എല്ലാരും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു. സ്കൂളിലെ ഡയറക്ടർ നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയുടെ ആന്റിയെ വിളിച്ച് പറയുന്നു. വേറൊരു സ്ഥലത്ത് ഹോസ്പിറ്റലിലെ നഴ്സുമാർ സംസാരിക്കുകയാണ്. ബെഡ് നമ്പർ 3 പേഷ്യന്റിന് ക്യാൻസർ ഉള്ളതുപോലെ ഉണ്ടല്ലോ, എന്നാ അവർ ഈ കാര്യം നമ്മളോട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. പോയി ആ പേഷ്യന്റിനോട് CA ടെസ്റ്റ് എടുത്തിട്ട് വരാൻ പറയൂ. ബിഗിനറായി വന്ന നഴ്സിനോട് പറയുന്നു. ആ നഴ്സ് ബെഡ് നമ്പർ 3 ഓക്കെ എന്ന് പറഞ്ഞു പോകുന്നു. സമയത്ത് നമ്മുടെ ഹീറോയെ ബെഡ് നമ്പർ 3 മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഡയറക്ടർ മാം ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, ഇത്രയും ദിവസം നീ എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചു, എന്നാ അപ്പോഴേക്കും ഞാൻ സ്കൂളിൽ നിന്ന് നിന്നെ പറഞ്ഞയക്കാതെ നിന്നെ സേവ് ചെയ്ത് നിർത്തി, എന്നാ ഇപ്പൊ അത് നടക്കില്ല, നിന്നെ പുറത്താക്കാൻ ഓർഡർ വന്നിട്ടുണ്ട്. അയ്യോ മാം അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്താൽ എനിക്ക് കോളേജിൽ പഠിക്കാൻ പറ്റില്ല മാം എന്നവൻ പറഞ്ഞു. അയ്യോ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ. സ്കൂട്ടി എടുത്ത് പറത്തിയില്ലായിരുന്നോ, അത് ആരുടെ മണ്ടയിലാ പോയി വീണതെന്നറിയോ? ഒട്ടൊന്ന് നോക്കിയേ, നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിയുടെ തലയിലാ അത് പോയി വീണത്. അവർ സ്ട്രിക്റ്റ് ആയി എന്നെ പറഞ്ഞിട്ടുണ്ട് നിന്നെ പുറത്താക്കാൻ. അയ്യോ മാം പ്ലീസ് മാം എന്ന് പറഞ്ഞ അവൻ കെഞ്ചാണ്.